നമുക്കറിയാമല്ലോ. കർത്താവ് ക്ഷീണിച്ച് ഉറവിനരികെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ആഹാരം വാങ്ങാനായിട്ട് പോയത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ വളരെ ഉത്സാഹത്തോടെയും വളരെ ഉത്സാഹത്തോടുകൂടെ നിന്ന് ആ സ്ത്രീയോട് സംസാരിക്കുന്ന യേശുവിനെയാണ് ഈ ശിഷ്യന്മാർ കാണുന്നത്. അപ്പോൾ ഒന്നാമത് ദൈവദാസൻ പറഞ്ഞല്ലോ, ആ സമയങ്ങളിൽ ഇതുപോലുള്ള ടീച്ചേഴ്സ്, റബ്ബീസ് ഒന്നും ഇതുപോലെ സ്ത്രീകളോട് പരസ്യമായി സംസാരിക്കുക എന്നൊരു മര്യാദ അവർക്കില്ലായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ദൈവദാസൻ വിശദീകരിച്ചല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു എന്ന്, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട്. ഒരു പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും ഹിൻസ്, എന്തെങ്കിലും ആ സ്ത്രീയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർക്കൊക്കെ അറിയാമായിരുന്നോ എന്നുള്ളതിനെ പറ്റിയും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ അറിയാനുള്ള സാധ്യതയും ഒരു പക്ഷേ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതെന്തെങ്കിലും ആകട്ടെ, എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ കർത്താവ് എന്നിട്ട് ചോദിക്കുകയാണ്, റബ്ബി. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു എന്ന് 32-ാം വാക്യത്തിൽ വായിക്കുന്നു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്നവിടെ കാണുകയാണ്. നമുക്കറിയാമല്ലോ, യേശു പറഞ്ഞത് എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം എന്ന് കർത്താവിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് അവിടെ വ്യക്തമാക്കുകയും അത് സെറ്റ് ചെയ്ത ഒരു പ്രയോറിറ്റിയാണ് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ പിറന്ന് വീഴുമ്പം തൊട്ട് മരിക്കുന്നത് വരെയും കരയുന്നത് ഈ ആഹാരത്തിന് വേണ്ടിയാണ്, സാധാരണഗതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തിനാ അച്ഛാ ഇത്ര കഷ്ടപ്പെട്ട് നടക്കുന്നത്, എന്തിനാ അമ്മാമ്മേ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അരച്ചാൻ വയറുണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിലൊരു 4-5 വയറുണ്ടല്ലോ, അത് ആ വയറ് നിറയ്ക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ മോനെ, അല്ലെങ്കിൽ വേണ്ടേ ഉപദേശി എന്നൊക്കെ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വയറുണ്ടെന്നുള്ളതും ഈ വയറ്റിൽ സമയാസമയങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയി ചെന്നുകൊണ്ടിരിക്കണം എന്നുള്ളതും കൊണ്ട് പലപ്പോഴും ഒത്തിരി പേര് അവർക്ക് ഒരുപക്ഷെ സൗകര്യമില്ലെങ്കിൽ പോലും, സൗകര്യമില്ലാത്ത നിലയിലെങ്കിലും അവർ പല ജോലിയും കാര്യങ്ങളും അത് നിറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു മീൻസ്, ഒരു സംവിധാനം ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അത് ആഹാരത്തിനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന് ഈ ആഹാരമാണ് ഏറ്റവും പ്രധാനം. പണ്ടാരോ ഒരു മഹാനായ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് അവൻ്റെ വയറ്റിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ്, എനിക്ക് തോന്നുന്നത് ഷേക്സ്പിയറോ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അത് പറഞ്ഞേക്കുന്നത്. ആരാന്ന് ഞാൻ മറന്നുപോയി. അവൻ്റെ വയറ്റിൽ കൂടാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ, മൂടില്ലാതിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും പറയാൻ പോയാൽ ദേഷ്യപ്പെടുന്ന കാര്യം നമുക്കറിയാം. അതേസമയം ഒരിച്ചിരി ഭക്ഷണം, വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരിച്ചിരി ഭക്ഷണമൊക്കെ കൊടുത്ത് കുടിക്കാനൊക്കെ കൊടുത്ത് ഒന്ന് സ്വാന്തനപ്പെടുത്തിയതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ശരിയായിട്ട് പ്രതികരിക്കുമെന്ന് പല സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാണെങ്കിൽ പോലും വളരെ നടന്ന് തളർന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോഴത്തേക്ക് 4 ചോദ്യങ്ങൾ നമ്മളോട് നേരെ കയറി വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയും അസ്വാരസ്യവും ഒക്കെ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാൽ ഒന്ന് ഇരുന്ന് ഒന്ന് വിശ്രമിച്ച് അല്പം ഭക്ഷണം കഴിച്ച് ഒന്ന് ഉഷാറായി കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ വിഷമങ്ങൾ തോന്നത്തില്ല. അപ്പോൾ ജീവിതത്തിൽ 1-ാം സ്ഥാനം മിക്ക മനുഷ്യരും ഈ ആഹാരത്തിന് ആണ് കൊടുക്കുന്നത്. ജനനം മുതൽ മരണം വരെ ആ അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി അവനിങ്ങനെ പല നിലകളിൽ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും രാത്രിയും പകലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരനുഭവമാണ് നമുക്ക് കാണാം. എന്നാൽ കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് തന്നെ കർത്താവ് വ്യക്തമാക്കി, ഒരു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് വായിച്ചിട്ടില്ലയോ എന്ന് പിശാച് പരീക്ഷിക്കുന്ന സമയത്ത് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വളരെ നീഡിലിരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് 40 ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ മരുഭൂമിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ താൻ ദൈവസന്നിധി സമയം ചെലവഴിക്കുന്ന ആ സാഹചര്യത്തിൽ
നമുക്കറിയാം, ഉപവസിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം 40 ദിവസമോ ഉപവസിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ 40 ഞാൻ ഉപവസിച്ചിട്ടില്ല. ഒരു 2 ആഴ്ചയൊക്കെ ഉപവസിച്ചിട്ടുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ. വളരെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം ഒറ്റയ്ക്കിരുന്ന് ആണ് ഞാൻ കൂടുതൽ സമയം ഉപവസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള സമയം ഉള്ളതുകൊണ്ട് അത് ഒത്തിരി ഒരു കൂട്ടത്തിൽ പോയിരുന്നിങ്ങനെ ഞാൻ ചിലവഴിക്കാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കില്ല. വ്യക്തിപരമായിട്ട് സമയം ചിലവഴിക്കാനാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം, 38-ാം ദിവസം ആകുമ്പം തൊട്ട് വയറ് സിഗ്നൽ കൊടുക്കാൻ തുടങ്ങും. ആഹാരം തീരാറായി. വിശപ്പിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, ശരീരം അതിനുവേണ്ടി ക്രേവ് ചെയ്യുന്നതിൻ്റെ വന്യമായിട്ടുള്ള ഒരു നിലയിലുള്ള ഒരു ക്രേവിങ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് ഈ തീരാൻ പോകുന്ന സമയത്തുള്ള അവർക്ക് പലർക്കും അറിയാം. അങ്ങനെ അല്ലാത്ത വിശുദ്ധന്മാരും തങ്ങളുടെ ശരീരങ്ങളുടെ ചോദനകളെയൊക്കെ അടക്കി വാഴുന്ന വിശുദ്ധന്മാരും കാണും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതിന് തെറ്റിദ്ധരിച്ചു പോകല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു വളരെ നീഡിയായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്താണ് പിശാച് വന്ന് പറയുന്നത്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ അരച്ചാൻ വയറിനല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വിശപ്പിനല്ല. വിശപ്പിനേക്കാളും പ്രാധാന്യമുള്ള, ആഹാരത്തെക്കാളും പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, അത് അവിടെ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് കർത്താവിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. നിശ്ചയമായിട്ടും ഈ ഇത്രയും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഇരിക്കുകയും ചെയ്ത കർത്താവിന് നല്ല ഭക്ഷണം തന്നെ പിതാവ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. എന്നാൽ പിശാചിൻ്റെ കെണിയിൽ വീഴാനായിട്ട് കർത്താവ് തയ്യാറല്ലായിരുന്നു. അവൻ ദൈവപുത്രൻ എങ്കിൽ എന്ന് പറഞ്ഞ ആ ഒരു പിശാചിൻ്റെ ടെസ്റ്റിന് വിധേയനാകാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അത് തോറ്റു കൊടുക്കാൻ തക്കവണ്ണം കർത്താവിന് ഇടയായി തീർന്നില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം തന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട്, വചനത്തിൽ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും നീ ജീവിക്കുന്നു എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ ആ വചനം പറയുന്ന ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവം അവരെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചു. ഈ പറയുന്ന ഭക്ഷണം അതല്ല മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമെന്നുള്ളതും, ആക്ച്വലി ഒരു മനുഷ്യനൊരു ആത്മാവാണെന്നും ആ ആത്മാവിനൊരു മനസ്സുണ്ടെന്നും അത് ഒരു ശരീരത്തിൽ ജീവിക്കുന്നുവെന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഞാനൊരു ശരീരമാണെന്നും എൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, ഉള്ളിലെങ്ങാണ്ടൊരു ആത്മാവിരിപ്പുണ്ടെന്നും അല്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ആത്മാവിനാണ് പ്രയോറിറ്റി, ആത്മീയ ഭക്ഷണത്തിനാണ് പ്രയോറിറ്റി. ആത്മീയമായിട്ടുള്ള ഈ ഭക്ഷണം കഴിച്ചാൽ പിന്നെ വചനം കേട്ടുകൊണ്ടിരുന്ന, വചനം വായിച്ചുകൊണ്ടിരുന്നാൽ വിശപ്പല്ലേ അങ്ങ് പോകുമോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ സംശയിച്ചേക്കാം. അങ്ങനൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം ദൈവവചനത്തിൻ്റെ മാധുര്യവും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആ പ്രത്യേകതയും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ദിവസങ്ങൾ മുന്നോട്ട് പോകും. ദൈവിക വെളിപ്പാടിൽ, ദൈവികമായിട്ടുള്ള ആലോചനകളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അത് സമയം പോകുന്നത് പോലും നമ്മൾ അറിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് ആ അനുഭവമുള്ളവർക്കറിയാം. എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൂടെ ശക്തിപ്പെടുത്താനുള്ള ഒരു എനർജി അതിലുണ്ട് എന്ന് അനുഭവിച്ചവരാണ് നമ്മളെല്ലാം. ആത്മീയമായിട്ടുള്ള ആ ഊർജ്ജത്താൽ മനസ്സും ശരീരവും റിവൈവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്ന കർത്താവ് തിരിച്ചു വരുമ്പോൾ വളരെ ഊർജ്ജസ്വലനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവരെ അത്ഭുതപ്പെടുത്തി. എന്ന് മാത്രമല്ല, കർത്താവ് പറഞ്ഞ ആ റെസ്പോൺസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവവേല ചെയ്യണമെന്നും പറഞ്ഞ് എവിടെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു നിലയിലല്ല കർത്താവ് അവിടെ പറഞ്ഞേക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞ റെസ്പോൺസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത്, അതാ പ്രയോറിറ്റി പറഞ്ഞ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല നയിക്കുന്നത്രേ എൻ്റെ ആഹാരം. അപ്പോൾ എവിടെ എങ്ങനെയും പോയി ദൈവം ഉദ്ദേശിച്ചതും ഉദ്ദേശിക്കാത്തതും അല്ലെങ്കിൽ ദൈവഹിതമായതും ദൈവഹിതമല്ലാത്തതും ഒക്കെ അങ്ങ് ചെയ്യുക, വേലയോടുള്ള ഭാരം കൊണ്ട് അത് എങ്ങനെങ്കിലുമൊക്കെ അത് ചെയ്തു എന്ന് വരുത്തുക, നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല കർത്താവ് അർത്ഥമാക്കുന്നത്. ആ സാധാരണഗതിയിൽ കർത്താവ് നടന്ന് ശമരിയയിലൂടെ കടന്നു വന്നു, അവിടെ ഉറവിനരികെ ഇരുന്നു, ഈ സ്ത്രീയോട് സംസാരിച്ചു. കർത്താവിന് അവളോട് സംസാരിച്ച രീതിയും ഞാൻ തന്നെ മശിഹ എന്ന് അവളോട് പറയുകയും ചെയ്യുന്ന കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവ് മുഖ്യസ്ഥാനം കൊടുത്തത് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടുള്ള, കർത്താവ് അവൻ്റെ ഇഷ്ടം ചെയ്ത്
എൻ്റെ ആഹാരം എന്ന് പറയുന്നത് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാ ഒന്നാമത്തെ എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി. ദൈവഹിതത്തിന് വേണ്ടി, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ള ദൈവപുത്രന്റെ പ്രയോറിറ്റി അവിടെ വ്യക്തമാക്കുകയാണ്. അവൻ്റെ ഇഷ്ടം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെയും പ്രയോറിറ്റി അവൻ്റെ ഇഷ്ടം ചെയ്ത്, കർത്താവേ നിന്റെ ഹിതമാണ്, അതാണ് എനിക്കറിയേണ്ടത്, നിന്റെ ഹിതം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നത് അത്രേ എൻ്റെ ആഹാരം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവഹിതപ്രകാരം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ. നമ്മൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചും കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ചും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഈ ദിവസങ്ങളിൽ കർത്താവെ നിൻ്റെ ഇഷ്ടം അറിയാനും അത് ചെയ്യാനും അതിന് പ്രാധാന്യം കൊടുക്കാനും, ആ ഇഷ്ടമനുസരിച്ച് നീ ഏൽപ്പിച്ച വേലകൾ ചെയ്ത് അത് നിവർത്തിക്കാനും അതിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലിടയിൽ. നമുക്കറിയാമല്ലോ, പൂർണ്ണസമയ വേലക്കാരെന്നും പറഞ്ഞ് നമ്മുടെ ഇടയിൽ ഒത്തിരി വേലക്കാരുണ്ട്. അവരൊക്കെ ഈ പൂർണ്ണസമയ വേല ചെയ്യുന്നവരെല്ലാം ആ കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിനും പ്രയോറിറ്റി കൊടുക്കുന്നവരാണോ എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കുന്നതെന്നല്ല. ചില പൂർണ്ണസമയ വേലക്കാർ നമ്മളിപ്പം ഇവിടെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ, പൂർണ്ണസമയ വേല എന്ന് പറയുമ്പോഴും പല ആൾക്കാരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യങ്ങൾക്കും ദൈവവചനം ധ്യാനിക്കാനും അത് പഠിക്കാനും ഞങ്ങളെ ഒരു ഉപദേശിയായിട്ടോ അല്ലെങ്കിൽ ഒരു 50 പേരെയോ 100 പേരെയോ പഠിപ്പിക്കുന്ന ഒരു വേലയിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ നേരത്തെ പഠിച്ച് വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ചില വിഷയങ്ങൾ പിന്നെയും അത് ചർവണമായിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. എന്തായാലും ഒരു 3 വർഷമേ ഒരു സ്ഥലത്ത് ഫാസ്റ്ററായിട്ട് 4 വർഷമേ ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ളത് കൊണ്ട് ആവനാഴിയിലുള്ള ഓൾറെഡി ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയിലാണോ, അതോ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ്റെ ആലോചന കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ടോ എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം, ഇത് പുതിയ ചിന്തയൊന്നുമല്ല, ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്തിനാ പ്രയോറിറ്റി? ഞാൻ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളോടും പറയാറുണ്ട്, പ്രിയ ദിനേശ് ബാബു ബ്രദർ കേൾക്കുന്നു, ദിനേശ് ബാബു ബ്രദറിനോടും ഒക്കെ പറയാറുണ്ട്. ദിനേശ് ബാബു ബ്രദർ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ ഇനി മുന്നേ പറഞ്ഞ കാര്യമാണ് പറയുന്നത്, ഇപ്പം പറയുമല്ല, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഒരു ദൈവവേലയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും സമർപ്പിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസന് അവന് വചന ശുശ്രൂഷയ്ക്കുള്ള ഒരു അവസരവും കടന്നു വരിക, അതുപോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റുള്ള ചില കാര്യങ്ങളും കൂടെ ജീവിതത്തിൽ കടന്നു വരിക. അപ്പോൾ ഏതിനാ പ്രയോറിറ്റി കൊടുക്കുന്നത്? അയ്യോ എനിക്കിന്ന് എൻ്റെ ഇന്നാരുടെ കല്യാണമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ. ഞാനൊരു ദൈവഭക്തൻ്റെ അനുഭവം കേട്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും കാണുന്ന വ്യക്തിയല്ല, എന്നാൽ തന്നെ ഡോക്ടർ DGS ദിനകരൻ്റെ അനുഭവം ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവോ മാതാവോ ആരോ മരിച്ചെന്നുള്ള സന്ദേശം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നത്. എന്നാൽ ഉടനെ ഒരു നോട്ട് ഇത് കൈമാറി ഉടനെ അദ്ദേഹം ആ സ്റ്റേജ് വിട്ട് അങ്ങോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് കേട്ടു നിന്നവർക്ക് പോലും അത്ഭുതമുണ്ടായി. അദ്ദേഹം ആ പ്രസംഗം അവിടെ ചെയ്ത് തീർത്തിട്ട്, എനിക്ക് തോന്നുന്നത് 1-2 ദിവസത്തെ പ്രസംഗം കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാത്ത നിലയിൽ അദ്ദേഹം അവിടെ തന്നെ തിരിച്ചു വന്ന് ആ ശുശ്രൂഷ നിവർത്തിച്ചു എന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അനുഭവം മാത്രമാണ്. അപ്പം ദൈവവചനത്തോടും ദൈവീയ കാര്യങ്ങളോടുമുള്ള നമ്മുടെ പ്രതിപത്തിയും അതിന് കൊടുക്കുന്ന സ്ഥാനം എവിടാ? ഇപ്പം തന്നെ ഇത് എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ 30 വർഷമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്. ഞാനും ഏകദേശം സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് അനേക വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. എന്നാലും ഇന്നും ഇത് പറയുന്ന സമയത്ത് കർത്താവേ എന്തെങ്കിലും തെറ്റുകൾ ഇതിൽ പറ്റുമോ, ഇനി ഒരിക്കൽ കൂടെ വായിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാത്രി എഴുന്നേറ്റിരുന്ന് ഉറക്കെ വിളച്ചിട്ട് ഇത് വായിച്ചിട്ടാ എന്ത് ചെയ്യുന്നത്, രാവിലെ എഴുന്നേറ്റിരുന്നത് സംസാരിക്കുന്നത്. എന്നാൽ തന്നെ പലപ്പോഴും പല കുറവുകളും വരാറുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് ഈ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ നമുക്ക് വരുന്ന കോൺഫിഡൻസ് എവിടുന്നാ വരുന്നത്? അങ്ങനെ ഒരു ആത്മവിശ്വാസം ആരാ നമുക്ക് തരുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ പൂർണ്ണസമയം വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇങ്ങനെ ഇറങ്ങി ജോലിയൊന്നും ചെയ്യുന്നില്ല, എന്നാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ ആ ദൈവവചന ധ്യാനത്തിനും അതിൻ്റെ ശുശ്രൂഷയ്ക്കും ജീവിതം സമർപ്പിച്ച് അതിന് ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് കഴിയുന്നോ ഇല്ലയോ എന്നുള്ളത് ആ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം.
നോക്കിയാട്ടെ, ആ ഭാഗത്തു നിന്ന് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ആ പ്രയോറിറ്റി എന്നുള്ളതാണ് നമുക്ക് കർത്താവ് അവിടെ സെറ്റ് ചെയ്യുന്നത്. എന്തിനാ പ്രാധാന്യം? കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്ത് നിന്റെ വേല തികയ്ക്കാനായിട്ടാ എൻ്റെ ആഗ്രഹം. സമയമില്ലല്ലോ, മുന്നോട്ട് പോട്ടെ. അവിടെ തന്നെ നമ്മൾ കാണുകയാണ്, തുടർന്ന് ആ സ്ത്രീ പറയുന്ന സാക്ഷ്യവും അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ആ സ്ത്രീ കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊന്നുമല്ല, മറ്റുള്ളവർ ഒരു പക്ഷേ കുനിഞ്ഞു നോക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ തല കുനിഞ്ഞു പോകുന്ന ചില അനുഭവങ്ങളൊക്കെയാണ് അവളുടെ ജീവിതത്തിലുള്ളതെന്നും, അതുകൊണ്ടാണ് അവൾ അതൊക്കെ മറച്ചു വെച്ച് ഫിലോസഫിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുന്നത്. എന്നാൽ കർത്താവ് അവളെ കോൺഫ്രണ്ട് ചെയ്തപ്പോൾ അവളുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥകളെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും, എന്നാൽ മശീഹയാണ് ഞാൻ എന്ന് അവളോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. എന്നാൽ അവൾ അത് എത്രമാത്രം അത് അവളുടെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയത്തില്ല. കാരണം ഒരു പക്ഷേ മശീഹയായിരിക്കും എന്നാണ് അവൾ ആ പട്ടണത്തിൽ പോയി സാക്ഷിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ വന്നു കാൺമീൻ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. അപ്പം നാട്ടുകാർക്കെല്ലാം ഒരുപക്ഷെ അറിയാം ആ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതാ പുതിയ ഒരാൾ, എന്നെ പരിചയമില്ലാത്ത ഒരാൾ, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ, വളരെ വിചിത്രമായിട്ടും വളരെ പ്രത്യേകതയോടും കൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഇതാ ഇവിടെ കടന്നു വന്ന് എന്നോട് സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം ഞാൻ ചെയ്ത മറ്റാർക്കും അറിയത്തില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹം മശീഹയായിരിക്കുമോ? നമുക്കറിയാം, ശമരിയർക്കും ഈ മശീഹയെക്കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവർ ആ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. 30-ാം വാക്യം, പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്ന് പുറപ്പെട്ട് മുന്നോട്ട് വരുന്നതും, തുടർന്ന് 39-ാം വാക്യം മുതലാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞ് എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം കൊണ്ട്. ഒരു പക്ഷേ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാൾ, ഇവിടെ താഴെ ബ്രദർ ഒരു കമൻ്റ് ഇട്ടു, തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാൾ പോയി പറഞ്ഞാലേ ആൾക്കാർ കേൾക്കൂന്നല്ല. സത്യത്തിൽ നമുക്കറിയാലോ, ചില ആൾക്കാർ പറയാറില്ലേ, ബ്രദറെ ആയിട്ടില്ല, കുറച്ച് ഹീറോയിക്കായിട്ട് കുറച്ച് ഇതുകൂടെ ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം സാക്ഷ്യത്തിന് ഒരു പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഇങ്ങനെ പറയാൻ. അതും നമ്മുടെ ഇടയിലുള്ളൊരു ശൈലിയാണല്ലോ. അപ്പം ഇവിടെ പറയുകയാണ്, അല്ല നമ്മൾ കാണുകയാണ്, അവൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തം, അയ്യോ ഇങ്ങനെ ഇവളൊരിക്കലും നന്നാവത്തില്ല, ഇവളൊരിക്കലും നേരെയാകത്തില്ല എന്ന് ശമര്യര് പോലും ഒരു പക്ഷേ ഉള്ളുകൊണ്ട് പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും ഈ സ്ത്രീ. എന്നാൽ അവളുടെ ജീവിതത്തിൽ കാണുന്ന ഈ വ്യത്യാസവും ഉത്സാഹവും ഒക്കെ കണ്ടിട്ട് അവർ കടന്നു വന്നിട്ട് ആ യേശുവിനെ പല ശമര്യരും പറഞ്ഞ വാക്ക് നിമിത്തം പട്ടണത്തിൽ നിന്ന് വന്ന പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അതിലൂടെ കടന്നു പോകാറ് പോലുമില്ല യഹൂദന്മാർ. എന്നാൽ കർത്താവിനോട് പറയുക, ഇവിടെ ഇങ്ങനെ വന്ന മാത്രം പോരാ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഞങ്ങളോടുകൂടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ 2 നാൾ അവിടെ പാർത്തു എന്ന് നമ്മൾ കാണുകയാണ്. അങ്ങനെ അടുത്തതിന് 3-ാമത്തെ ദിവസത്തെ കാര്യമാണ് നമുക്ക് പിന്നെ കാണാനായിട്ട് കഴിയും. 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ്. നിങ്ങൾ യഹൂദന്മാർ പറയുന്ന പോലുള്ള പാർഷ്യാലിറ്റിയോ എന്തെങ്കിലും തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒക്കെ, അല്ലെങ്കിൽ ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുറച്ച് ഇൻഫീരിയർ ആണ്, നിങ്ങളാണ് സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു നിലയിൽ ഉള്ള മശീഹയൊന്നും അല്ല ഞങ്ങൾ കണ്ടെത്തിയത്. ലോകരക്ഷിതാവായ യേശു, അവനാണ് ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് പലരും ഇതിനെതിരെ ആർഗ്യൂ ചെയ്യുന്ന പലർക്കും ഇത്രയും പോലും ബുദ്ധിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, അത് അനുഭവിച്ചവർ പറയുകയാണ് നീ ലോകരക്ഷിതാവാണ് എന്നുള്ളൊരു വെളിപ്പാടിലേക്ക് അവർ കടന്നു വരുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനെ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ഇനിയും എൻ്റെ സഹോദരി, നിങ്ങളുടെ സാക്ഷ്യം കൊണ്ടല്ല, നമുക്കറിയാമല്ലോ നമ്മുടെ സാക്ഷ്യം കൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിലേക്ക് വന്നാൽ നമുക്കതൊരു പ്രശംസ തന്നെ. സാധാരണ പൊക്കി പറയാറൊക്കെ ഉണ്ട്. ഈ ക്ലബ് ഹൗസിലും ചില ആൾക്കാരൊക്കെ എന്നോടൊക്കെ പറയുമ്പം എനിക്ക് കൊള്ളാം, നമുക്കിത്രയും നമുക്ക് ശിഷ്യന്മാരൊക്കെ ഇതിനുള്ളിലൊക്കെ ഉണ്ട് എന്നൊരു അഭിമാനമൊക്കെ തോന്നും. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ ഒന്ന് പിന്താങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് തോന്നും. അതായത് ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം
ഇവിടെ പറഞ്ഞേക്കാണ്, അങ്ങനെ വലിയൊരു ക്രൗഡ് വന്ന് ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ ഇവിടെ എന്തിനാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത്, ഇവിടെ പോകേണ്ട പോലും ആവശ്യമില്ലല്ലോ എന്ന് അവർ ചിന്തിച്ച സ്ഥാനത്താണ് ഇതാ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരു റെസ്പോൺസ് പോലെയല്ല, വളരെ നല്ല ഒരു ക്രൗഡ് കടന്നു വരുന്നതാണ് കാണുന്നത്. ഭക്ഷണവും കൊണ്ട് വന്നപ്പോൾ കർത്താവ് ഉത്സാഹത്തോടെ അവരോട് സംസാരിക്കുന്നതും വലിയൊരു ക്രൗഡ് അവിടെ കടന്നു വരുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കവിടെ. നമ്മൾ ഈ പവർ ഓഫ് ടെസ്റ്റിമണി എന്നുള്ളത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് കാണാം യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം. അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ എത്ര വന്ന അവൻ വെളിച്ചമായിരുന്നില്ല. അന്ത്രയോസ് യോഹന്നാൻ്റെ സ്നാപകൻ്റെ സാക്ഷ്യം കേട്ട് അന്ത്രയോസ് പോകുന്നു. അന്ത്രയോസിൻ്റെ സാക്ഷ്യം കേട്ട് പത്രോസ് കടന്നു വരുന്നു. കർത്താവ് ഫിലിപ്പോസിനെ വിളിക്കുന്നു. ഫിലിപ്പോസിൻ്റെ സാക്ഷ്യം കേട്ട് നദനയിൽ കടന്നു വരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ പാപത്തിലും തിന്മയിലും ജീവിച്ച ഒരു വ്യക്തി കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ ആ സാക്ഷ്യം തന്നെ മറ്റുള്ള സാക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമെന്നല്ല, എന്നാൽ ലോക മനുഷ്യൻ്റെ മുന്നിൽ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് നിൽക്കും. കാരണം ഇങ്ങനെയൊക്കെ നടന്ന വ്യക്തി, ഇങ്ങനെയൊക്കെ കൊള്ളരുതാതെ നടന്നവൻ, ഇവൻ എന്തെങ്കിലും ഗുണപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്നാൽ ഇവനിങ്ങനെ ഗുണപ്പെട്ടോ, ഇവനിങ്ങനെ നന്നായോ, ഇവളിങ്ങനെ നന്നായോ, ഇവളിങ്ങനെ മാനസാന്തരപ്പെട്ടോ, ഇവള് പറഞ്ഞിട്ട് മശിഹയെ അറിയേണ്ട ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായല്ലോ കർത്താവേ എന്ന് ഒരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പരീശന്മാരോട് നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് മുന്നേ ചുങ്കക്കാരും പാപികളും വേശ്യകളും ദൈവരാജ്യത്തിൽ കടക്കും എന്നവരോട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാം. ആ വാക്യം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, വ്യത്യാസമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പാപികൾ ആദ്യം കടക്കും. കാരണം അവർക്ക് പാപികളാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് അവൻ പാപിയാണെന്ന് തെളിയിക്കാനായിട്ട് അവൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ കൂടുതൽ സമയം വേസ്റ്റ് ആക്കുന്നത് ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളും അതുപോലെ സ്വയനീതിക്കാരുടെയും ഒക്കെ മുന്നിൽ പോയിരുന്ന് അവൻ പാപിയാണെന്ന് സമ്മതിപ്പിക്കാനായിട്ട് വർഷങ്ങൾ ചിലപ്പോൾ എടുക്കും. പിന്നല്ലേ കർത്താവിനെ പറ്റി പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ പാപിയല്ല, കഴിഞ്ഞില്ലേ വിഷയം. അപ്പൊ പാപിയല്ലാത്തവനോട് പിന്നെ സുവിശേഷം എന്തിനാ പറയുന്നത്? കാരണം കർത്താവ് തന്നെ പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, ഞാൻ പാപികൾക്ക് വേണ്ടിയാ ലോകത്തിൽ. അപ്പം നോക്കിയാട്ടെ, എന്നാൽ ഈ പാപികളാണെന്ന് മുദ്ര കുത്തപ്പെട്ടവരും അങ്ങനെ അവർക്ക് തന്നെ തോന്നുന്നവർക്കും ദൈവപാദപീഠത്തിലേക്ക് പാപിയാണെന്ന് സമ്മതിച്ച് കടന്നു വരാൻ ഒരു തടസ്സമില്ല എന്നുള്ളതാ അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, അങ്ങനെ വലിയ ഒരു കർത്താവ് ആളുകൾ കടന്നു വന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി തിക്കിത്തിരക്കുന്നത്, അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരനുഭവം അവിടെ അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എന്നിട്ടാ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്കോപ്പൊന്നും ഇല്ല എന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. തലകുനിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇച്ചിരി നേരം ചിരിക്കുകയും ചെയ്തു. കാരണം ആ പ്ലേറ്റിൻ്റെ ഇട്ടാവട്ടം, നമ്മുടെ പ്ലേറ്റ് അന്ന് ഇല്ലായിരുന്നായിരിക്കും, വേറെ വല്ലതും ആയിരിക്കും, ആ ഇട്ടാവട്ടത്തുള്ളതല്ലേ, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന 1-2 പേരുടെ ഇതല്ലേ കാണാൻ പറ്റുള്ളൂ. ഞാനൊരിക്കൽ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുക, വളരെ വിശന്നിട്ടിരുന്ന് കഴിക്കുക, ഇന്നല്ല 10-30 വർഷം മുന്നേ. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചിരിക്കുക. എന്നാൽ ഞാൻ ഈ അദ്ദേഹത്തെ നോക്കുന്നുമില്ല, ഇതുമില്ല, എങ്ങനെയെങ്കിലും ഈ ഭക്ഷണം ഒന്ന് തിന്ന് തീർക്കണം, വിശപ്പൊന്ന് നടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എനിക്ക് ദൂരെ യാത്രയുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ ഒന്ന് തലപൊക്കി നോക്കടാ ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ഈ ഭക്ഷണം കണ്ടാൽ ഭക്ഷണം പ്രിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അത് എങ്ങനെ തിന്നണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെയല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിക്കാൻ എവിടെയാണ് സമയമുള്ളത്? നോക്കിയാട്ടെ. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്നിട്ട് നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ നമുക്കറിയാം, അവർ 2 വയലുകളെ പറ്റി അവിടെ പറയും. ഒന്ന്, ഇപ്പോൾ കൊയ്ത്തിന് 4 മാസം കഴിഞ്ഞ് കൊയ്ത്തിന് ഇത് റെഡിയാകും എന്ന് നിങ്ങൾ പറയുന്നു. നിലങ്ങൾ 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ചുറ്റും നോക്കിയാൽ നിങ്ങൾ അങ്ങനെ പറയും, 4 മാസം കഴിഞ്ഞിട്ടാണ് കൊയ്ത്ത് വരുന്നതെന്ന്. എന്നാൽ ആത്മീയമായിട്ടുള്ള നിലത്തേക്ക് നോക്കിയാൽ, ആത്മനിലങ്ങളിലേക്ക് നോക്കിയാൽ, നിങ്ങൾ ആത്മാക്കളുടെ നിലങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാ കൊയ്ത്തിന് ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതെങ്ങനെ ഇപ്പം തന്നെ വെളുത്തത്? നമുക്കറിയാം, കർത്താവ് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്ന് മാത്രമല്ല, കർത്താവിന് മുന്നേ യോഹന്നാൻ സ്നാപകൻ വന്ന് ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുവീൻ, മാനസാന്തരപ്പെട്ട് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള സന്ദേശം അവരോട് അറിയിക്കുകയുണ്ടായി എന്ന് പറയുക. അപ്പോൾ കൊയ്ത്ത് ഇന്ന് തുടങ്ങിയതല്ല,
കൊയ്ത്ത് നേരത്തെ തന്നെ ദൈവഭക്തന്മാരും ദൈവദാസന്മാരും അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളതും അവരുടെ ഹൃദയത്തിലൊരു ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റും ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു രൂപരേഖയൊക്കെ അവരുടെ ഹൃദയത്തിലുണ്ട്. അത് ശരിയാണോ ശരിയല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം കർത്താവ് ആത്മാവിൽ തുടങ്ങി ഭൗതിക തലത്തിലെത്തുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അവർ കേവലം പൊളിറ്റിക്കലായിട്ടുള്ള അനുഭവത്തെയാണ് പലരും കാത്തിരുന്നത്. ആത്മാർത്ഥമായിട്ട് തങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ദൈവരാജ്യത്തിന് എന്നിൽ പ്രവേശിക്കുന്നതിനുള്ള അനുഭവത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും വലിയ തടസ്സം എൻ്റെ പാപമാണെന്നും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ടതാണെന്നുള്ളത് ചിലർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. എന്നാൽ ആ തലമുറയിൽ പലരും വിശ്വസിച്ചതായിട്ട് ആദ്യ സമയം തൊട്ട് നമ്മൾ വായിക്കുന്നുള്ളൂ. പലരവനിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഒത്തിരി പേർക്ക് അത് മനസ്സിലായില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നോക്കിയാട്ടെ, കൊയ്ത്തിന് വേണ്ടി വെളുത്തിരിക്കുന്നത് കാണാം. സുവിശേഷത്തിൻ്റെ സാധ്യതകൾ പല സ്ഥലത്തും നോക്കിയാൽ ഒത്തിരി പേർക്ക് ഇനി ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇതൊന്നും ഇതാക്കാൻ പോകുന്നില്ല. ഇന്ന് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കളിയാക്കുന്നതിൻ്റെ കാര്യം അവർ അങ്ങനെ കളിയാക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടൊന്നുമല്ല. അവർ നോക്കുമ്പം നമ്മൾ ഈ മതം മാറ്റവും വീട് വീട് കയറി നടക്കുക. കാരണം ഇപ്പോൾ സ്ഥിരം നമ്മുടെ ചാറ്റ് ബോക്സിൽ കാണുന്നതാണല്ലോ, വീട് വീട് കയറി നടന്നാൽ നിങ്ങളെ തല്ലിക്കളയും എന്ന് പറയുന്ന. ഞാൻ ഓർക്കുക, ദൈവമേ എന്തൊരു നിരാശ ചെയ്യുന്ന പറയുന്നത്. ഇതൊക്കെ വീട് വീട് കയറി ഇറങ്ങിയാൽ ഇനി തല്ലും. ശരി, ഇനി തല്ലണം, ഇവരെ തല്ലണം. അപ്പൊ കർത്താവ് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് പട്ടണം തോറും പല ഭവനങ്ങളിലും ഒക്കെ കടന്നുപോയി. ശിഷ്യന്മാരാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് എല്ലായിടത്തും അവർ യേശു തന്നെ കർത്താവെന്ന് ഭവനമായിട്ട് പ്രസംഗിച്ചു. എന്നാൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത് മാനുഷികമായിട്ട് ചേരുന്ന ഒരു കാര്യമല്ല, മാനുഷികമായിട്ട് ബെന്തിക്കോസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയി ചേരുന്ന കാര്യമല്ല. കർത്താവാ ചേർക്കേണ്ടി. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ചേരുന്ന കാര്യവുമല്ല. മനുഷ്യൻ അങ്ങനെ ചേർന്നതുകൊണ്ട് ആ മനുഷ്യനൊരു ഗുണവും ഉണ്ടാകത്തുമില്ല. എന്നാൽ ഈ സുവിശേഷത്തിൻ്റെ സത്യം ഹൃദയത്തെ ഗ്രസിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന രൂപാന്തര നിമിത്തം അവൻ ചേരുന്നത്. കർത്താവ് ചേർക്കുക ചെയ്യുന്നത്. കാരണം അവനല്ലാതെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന് അതിനനുസൃതമായിട്ടുള്ള ഉപദേശവും പഠിപ്പിക്കലും അതിനനുസരിച്ചുള്ള കൂട്ടായ്മയും ആവശ്യമുണ്ട്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് പോകാതെ ഈ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് എവിടെ നിന്ന് കിട്ടും? അത് ആരും ചേർക്കുന്നതല്ല, അല്ല ആരും ചേരുന്നതല്ല, കർത്താവ് ചേർക്കുന്നതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഒന്നാം അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം എന്നവിടെ എഴുതിയേക്കുക. എന്ന് മാത്രമല്ല, വേറൊരു സ്ഥലത്തും വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യത്തിൽ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് ഇതിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി അപേക്ഷിപ്പീൻ എന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് നോക്കുമ്പം ആർക്ക് വേണ്ടി മരിക്കാൻ വന്നുവോ, ഈ ലോകത്തിലുള്ളതും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാര്യം ആരിൽ നിവർത്തിക്കപ്പെടണമോ അവൻ നോക്കുമ്പോൾ സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ വന്ന ആ കർത്താവ് നോക്കുമ്പോൾ സാധ്യതകൾ പലതും കാണുന്നുണ്ട്. എന്നാൽ കൂലിക്കാരെ പോലെ നടക്കുന്ന നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഒരു സാധ്യതയും കാണുന്നില്ല, ഒരു സ്കോപ്പും ഇല്ല. അവൻ ഗുണം പിടിക്കത്തുമില്ല, ദേശവും ശരിയാവത്തില്ല, അവിടെ ഒരു സാധ്യതയുമില്ല ബ്രദറെ. അങ്ങോട്ട് പോകണ്ട ബ്രദറെ. അവന്മാരോടൊന്നും പറഞ്ഞാൽ ഗുണപ്പെടത്തില്ല ബ്രദറെ. ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ അത് പണ്ടാരോ ഒരു മിഷനറി പറഞ്ഞിട്ടുള്ളതുപോലെ അവനൊരു മിഷൻ ഫീൽഡാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ഒരു ബോധം പലപ്പോഴും വരുന്നില്ല. ക്ലബ് ഹൗസുകളിൽ തന്നെ കാണാം, നമ്മളങ്ങ് വാദിച്ച് അവനെ തോൽപ്പിക്കാനാണ് പോകുന്നത്. അല്ലാതെ ഒരിച്ചിലൂടെ ഒരു സൗമനസ്യത്തോടെ അവൻ പറയുന്നത് വിവരക്കേടാണെങ്കിൽ തൽക്കാലം അതൊക്കെ ക്ഷമിച്ച് നിന്ന് കർത്താവെ അവൻ്റെ വിവരക്കേട് തൽക്കാലം ഞാൻ സഹിക്കാം. കാരണം അവനെ വാദിച്ച് ജയിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് കർത്താവെ അവൻ നിൻ്റെ നാമത്തെ അറിയാനും ഈ ശക്തിയുള്ള നാമത്തെ അറിയാനും അവൻ ഒരു കൊയ്യപ്പെടേണ്ട അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിലേക്ക് വരേണ്ട ഒരു ആത്മാവാണ്. അവിടുത്തെ സ്നേഹം അവനറിയണം, അവിടുത്തെ കരുതലറിയണം, അവിടുത്തെ വചനത്തിൻ്റെ സ്പർശനം അവനറിയണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുമ്പോൾ കുറച്ചുകൂടെ സൗമനസ്യത്തോടെ നമ്മൾ ഇടപെടും. നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ തുപ്പിന്ന് വെച്ചിട്ട് പിള്ളേരെ എടുത്ത് തോട്ടിക്കളയുമോ? ഇല്ലല്ലോ. എത്ര തന്മയത്വത്തോടെ അമ്മമാർ ആ മോനെ അവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നൊക്കെ കാണിച്ച് വായിലോട്ട് ഇത് വെക്കുന്നേ. ഒരുപക്ഷെ ആദ്യമായിട്ട് ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട് ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ക്ഷമയും സഹിഷ്ണുതയും കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവൻ സുവിശേഷം കേൾക്കാനായിട്ട് അർഹനാണ്. ക്രിസ്തു അവന് വേണ്ടി മരിച്ചു.
നിന്റെ പരിജ്ഞാനവും നിന്റെ അറിവും കൊണ്ട് ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ വേദനിപ്പിക്കരുത് എന്ന് വേറൊരു കോണ്ടസ്റ്റിൽ അത് പറഞ്ഞേക്കുന്നത്. എന്നാൽ തന്നെ അത് നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഈ ആത്മാവിനൊരു വിലയുണ്ട്. ആ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു അവന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് അവൻ്റെ യോഗ്യത. അവനെ ഏൽപ്പിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ ബർബരന്മാർക്കും ഇവർക്കും കടക്കാരനാകുന്നു എന്ന് പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ അവരോട് ചില ബാധ്യതകൾ നമുക്കുണ്ട്. അല്ലാതെ വാദിച്ച് ജയിക്കുക എന്നുള്ളൊരു ബാധ്യത മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ ഒരുത്തൻ വിതയ്ക്കുന്നു, വേറൊരുത്തൻ കൊയ്യുന്നു. നമുക്കറിയാമല്ലോ, അതും ആ കോണ്ടസ്റ്റിൽ വളരെ അർത്ഥവത്താണ്. ദൈവത്തിന് ഈ ദൈവീക രാജ്യത്തെക്കുറിച്ചും ദൈവവചനവും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കർത്താവ് മാത്രമല്ല പറഞ്ഞത്, കർത്താവിന് മുന്നേ തന്നെ കർത്താവിൻ്റെ വരവിനെ പറ്റിയും കർത്താവിൻ്റെ ശുശ്രൂഷയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അറിയാമല്ലോ, നമ്മൾ പോയി സുവിശേഷം പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷിക്കപ്പെടുക അല്ല. ദൈവദാസൻ അത് ഓൾറെഡി പറഞ്ഞു. പല ആൾക്കാർ ഇതിനു മുന്നേ പറഞ്ഞിട്ട് അവസാനത്തെ വെട്ടായിരിക്കും നമ്മൾ വെട്ടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടത്. ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. സമയം തീർന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. തുടർന്ന്